ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞ എന്താ? ലവ് ജിഹാദോ ഇത്തരത്തിലുള്ള ഒരു കാര്യമോ ഇല്ലെന്നാണ്. ഒരു പ്രസ്ഥാനമില്ലെന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചത്? പിന്നെ എന്താ ഉദ്ദേശിച്ചത്? എന്താ മറുപടി? എന്താ അല്ല, പാർലമെന്റിൽ പറഞ്ഞ മറുപടി എന്താ? അങ്ങനെ ഒരു പ്രസ്ഥാനം ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്കറിയാം, ജസ്റ്റിസ് കെ ബി കോശിയൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ഒരുപാട് കേസുകളുണ്ട് എന്ന് പറയുന്നുണ്ട്. ജസ്റ്റിസ് കെ ബി കോശി ഈ കേസുകളുണ്ട് എന്ന് പറയുന്നത് ആർക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ? ആർക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ? ഒരു ഹിന്ദുവിനെ ഒരു മുസ്ലിം ഗുണ്ട കുത്തിക്കൊന്നു എന്ന് വിചാരിക്കും. മുസ്ലിം സമുദായത്തിൽ ജനിച്ചൊരു ഗുണ്ട കുത്തിക്കൊന്നു. അപ്പൊ നമ്മൾ പറയണേ എല്ലാ മുസ്ലിമുകളും ഈ പറഞ്ഞ പോലെ ഗുണ്ടകളെ ഹിന്ദുക്കളെ കുത്തിക്കൊല്ലുകയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാവുന്ന ഒരു വാദമാണത്. ഒരുപാട് കേസുകൾ അങ്ങനെ ഉണ്ടെന്ന്. ആ ഈ നാട്ടിൽ ഒരുമിച്ച് ജീവിക്കുന്ന ആളുകൾ തമ്മിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ പ്രണയം ഉണ്ടാവും, ചിലപ്പോൾ സംഘർഷം ഉണ്ടാവും, മറ്റു പല കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ എൻ്റെ ചോദ്യം അതൊന്നുമല്ലല്ലോ. എൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. നിങ്ങൾ ഇത്തരം ഒരു കല്യാണത്തിൽ പങ്കെടുത്തത് കൊണ്ട് എ റഹീമിനെയും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഗോവിന്ദൻ മാഷയെയും നിങ്ങൾ അറിയേണ്ടത് ശിവൻകുട്ടിയെയും ഒക്കെ ഇതാ പണി കിട്ടിയിരിക്കുന്നു, ഇതാ ഇവർ കുടുങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ച യൂട്യൂബേഴ്സും ഈ പറയുന്ന പോലെ എന്താണ് വാർത്താ ചാനലുകളും എവിടെ എന്നുള്ളത് മാത്രമാണ് എൻ്റെ ചോദ്യം. ഭാഗ്യത്തിന് നമ്മുടെ സാറ്റലൈറ്റ് ചാനലുകളൊന്നും ആ നിലവാരത്തിലേക്ക് ഉയർന്നില്ല കേട്ടോ, മനസ്സിലായോ? പക്ഷെ വളരെ ആധികാരികം എന്ന് തോന്നുന്ന രീതിയിൽ നിരവധി നമ്മുടെ പോലെയുള്ള യൂട്യൂബ് ചാനലുകൾ ഇരുന്നിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഈ തള്ളൽ ഈ കേട്ടിരുന്ന ആളുകൾ മുഴുവൻ അവരോട് ചോദിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. എവിടെ ഇവരാരെങ്കിലും അറസ്റ്റ് ചെയ്തോ? ചോദിക്കണ്ടേ? അപ്പൊ അത് അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതിന്റെ നാളെ ഇപ്പൊ നിലവിൽ ഏറ്റവും ഒടുവിൽ രാഹുൽ ഈശ്വർ ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞേക്കണം നിരവധി തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. ആ തെളിവുകൾ നമ്മളൊക്കെ കണ്ടതാണ്. അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ എതിർക്കൂലേ? ഈ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെയുള്ള മാതാപിതാക്കള് വയസ്സ് തിരുത്തി പറയൂലെന്നും നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നില്ല മാതാപിതാക്കൾ ഇങ്ങനെ മനഃപൂർവ്വം വയസ്സ് തിരുത്തി പറഞ്ഞുകൊണ്ട് തന്റെ മോളെ തിരിച്ചു വിളിക്കാനുള്ള പ്ലാൻ. മാതാപിതാക്കള് ആ മോളെ രക്ഷിക്കാൻ വേണ്ടി ഏത് വഴിയും നോക്കും എന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? മനസ്സിലായോ? പിന്നെ ഇപ്പൊ മാതാപിതാക്കൾ മാത്രമല്ല, ഇപ്പൊ ഈ മാതാപിതാക്കളുടെ പുറകിലും വേറെ ആളുകളുണ്ട് എന്നുള്ളതാണ്. അവരൊക്കെ സത്യത്തിൽ ഇരകളാണ്. മാതാപിതാക്കളൊന്നും നമ്മൾ തെറ്റുപറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിൽ ഇപ്പൊ താങ്കളുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും വീട്ടിൽ നിന്നോ പോലും ഒരു അന്യമതത്തിലുള്ള പെൺകുട്ടിയെ ഒരു പയ്യൻ കിട്ടുന്നു, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പെൺകുട്ടിയെ അന്യമതസ്ഥനായ ഒരാൾ കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ അത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഒരു കൾച്ചറൽ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സമുദായത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്.